പാകിസ്ഥാനുമായുള്ള സമീപകാല സംഘർഷത്തിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ്, കാൾബ്, റാംബേജ് മിസൈലുകൾ വൻ നാശം വിതച്ചു. ഈ വിജയം ഇന്ത്യയെ കൂടുതൽ ശക്തമായ മിസൈലുകൾ വാങ്ങാൻ പ്രേരിപ്പിച്ചു. ഇന്ത്യൻ വ്യോമസേന 2 ഇസ്രായേലി ക്രൂയിസ് മിസൈലുകൾ പരിഗണിച്ചു വരികയാണ്. വിൻഡ് ഡമൻ, ഐസ് ബ്രേക്കർ എന്നീ മിസൈലുകളാണ് അവ. ഡിഫൻസ് സെക്യൂരിറ്റി ഏഷ്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാനെതിരായ ശക്തമായ ആക്രമണത്തിനായി ഇന്ത്യ ഈ മിസൈലുകൾ വാങ്ങുന്നു. ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും റാഫേലും ചേർന്നാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ശത്രു ലക്ഷ്യങ്ങളെ സുരക്ഷിതമായി അകലത്തിൽ നിന്ന് നശിപ്പിക്കാൻ കഴിയുള്ള മിസൈലുകളാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. വിൻഡ് ഡമണിനും ഐസ് ബ്രേക്കറിനും ശത്രു വ്യോമ പ്രതിരോധത്തെ മറികടന്ന് തന്ത്രപരമായ ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ കഴിയും. ഈ മിസൈലുകൾ പൈലറ്റുമാരെയും വിമാനങ്ങളെയും ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. പാകിസ്ഥാനെതിരായ റാംബേജ് മിസൈലിൻ്റെ മികച്ച പ്രകടനം ഇന്ത്യൻ വ്യോമസേനയെ ആകർഷിച്ചു. സുരക്ഷിതമായ ദൂരത്തിൽ നിന്ന് കഠിനമായ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഈ സൂപ്പർസോണിക് മിസൈലിന് സാധിച്ചു. വിജയകരമായതിനു ശേഷം ഇന്ത്യ ഈ മിസൈൽ വാങ്ങാൻ താൽപ്പര്യപ്പെടുന്നു. വിൻഡ് ഡമൻ മിസൈൽ ഭാരം കുറഞ്ഞതാണെങ്കിലും മാരകമാണ്. 200 കിലോമീറ്റർ ദൂരപരിധിയും 140 കിലോഗ്രാം ഭാരവുമുണ്ട്. ശത്രു റഡാറുകളെ ഒഴിവാക്കാൻ താഴ്ന്ന ഉയരത്തിൽ പറന്ന് ലക്ഷ്യത്തിലെത്തുന്നു. ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ലേസർ ഗൈഡൻസ് സിസ്റ്റം എന്നിവ ഇതിനെ സവിശേഷമാക്കുന്നു. ദൗത്യങ്ങൾക്കിടയിൽ ലക്ഷ്യങ്ങൾ പോലും മാറ്റിക്കൊണ്ട് ഓപ്പറേറ്റർക്ക് വിൻഡ് ഡമണിനെ തത്സമയം നിയന്ത്രിക്കാൻ കഴിയും. ദൗത്യത്തിനനുസരിച്ച് അതിൻ്റെ 20 കിലോഗ്രാം വാർഹെഡ് പൊട്ടിത്തെറിക്കുകയോ ആഴത്തിനുള്ള നാശമുണ്ടാക്കുകയോ ചെയ്യാം. F-16 റാഫേൽ പോലുള്ള ജെറ്റുകൾക്കായി ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. കര, കടൽ, വായു എന്നിവിടങ്ങളിൽ നിന്ന് 300 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഐസ് ബ്രേക്കർ മിസൈൽ വിക്ഷേപിക്കാൻ കഴിയും. റഡാറുകൾ, മൊബൈൽ മിസൈൽ ബാറ്ററികൾ, കപ്പലുകൾ എന്നിവയെ കൃത്യതയോടെ നശിപ്പിക്കുന്ന ഈ മിസൈൽ 105 കിലോഗ്രാം ഭാരമുള്ളതാണ്. സങ്കീർണമായ യുദ്ധങ്ങളിൽ പോലും വിജയിക്കാൻ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ ലക്ഷ്യം തിരിച്ചറിയലും മൾട്ടി സെൻസർ സാങ്കേതികവിദ്യയും ഐസ് ബ്രേക്കറിനുണ്ട്. GPS തടഞ്ഞാലും ഇതിന് ലക്ഷ്യം തെറ്റില്ല. F-15 റാഫേൽ, കോസ്റ്റൽ ബാറ്ററികൾ എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാനുള്ള ഇതിൻ്റെ കഴിവ് ഇതിനെ വ്യത്യസ്തമാക്കുന്നു. ബാരക് 8, സ്പൈഡർ, ഡ്രോണുകൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുന്ന പ്രതിരോധത്തിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ആഴത്തിനുള്ള സഹകരണമുണ്ട്. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ നയത്തിന് കീഴിൽ വിൻഡ് ഡമണിനും ഐസ് ബ്രേക്കറിനുമുള്ള കരാർ നടപ്പിലാക്കാൻ കഴിയും. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഇന്ത്യ വിൻഡ് ഡമനും ഐസ് ബ്രേക്കറും തങ്ങളുടെ ആയുധ കൂട്ടത്തിൽ ചേർത്താൽ പാകിസ്ഥാനും ചൈനയും അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടേക്കാം. ഈ മിസൈലുകൾ ഇന്ത്യയുടെ ആഴത്തിലുള്ള ആക്രമണശേഷി പല മടങ്ങ് വർദ്ധിപ്പിക്കും. 2026 അവയുടെ പ്രയോജനം ലഭിക്കാനാണ് ഇന്ത്യൻ എയർഫോഴ്സ് ലക്ഷ്യമിടുന്നത്.